നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ആദ്യത്തെ ടോപ്പിക് യൂറോപ്യന്മാരുടെ വരവ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇന്നലെ കഴിഞ്ഞു. അത് കാണാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ വരിക, കാരണം അതിനകത്താണ് ഞാൻ ഇൻട്രൊഡക്ഷൻ എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡച്ചുകാർ. ഇപ്പോൾ ഇന്ത്യയില് രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഡച്ചുകാരെ പറ്റി PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുമായ പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ യൂറോപ്യന്മാരുടെ ആഗമനം. ഇന്ത്യയില് രണ്ടാമതായി വന്ന യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ഡച്ചുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ലന്തക്കാർ. ഡച്ചുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ലന്തക്കാർ. അപ്പൊ ഡച്ചുകാർ എന്നാണ് ഇന്ത്യയിൽ എത്തിയത്? AD 1595. AD 1595 ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിയത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആരംഭിച്ചത്. എന്നാൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക. അറിയാത്തവർ ഇന്നലെ ഇട്ട വീഡിയോ ഒന്ന് പോയി കാണുക. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ആരംഭിച്ചത്? 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത്. ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. കൂടാതെ ഇന്ത്യയിൽ നിന്നും ആദ്യം മടങ്ങിപ്പോയ യൂറോപ്യൻ ശക്തിയും ഡച്ചുകാരാണ്. ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം മടങ്ങിപ്പോയ യൂറോപ്യൻ ശക്തിയും ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? മസൂലി പട്ടണം. മസൂലി പട്ടണത്തിലാണ് ഡച്ചുകാർ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത്. വർഷം 1605. 1605. ഡച്ചുകാർ ഏത് മതവിഭാഗക്കാർ ആണെന്ന് ചോദിച്ചാൽ പ്രൊട്ടസ്റ്റന്റ്. അപ്പൊ ഡച്ചുകാരുടെ മതം ഏതാണ്? പ്രൊട്ടസ്റ്റന്റ് ആണ്. പോർച്ചുഗീസ് കത്തോലിക്കൻ മതവിഭാഗത്തിലായിരുന്നു. ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റ് ആണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തു. കൊല്ലം പിടിച്ചെടുത്തതിന് നേതൃത്വം നൽകിയ അഡ്മിറൽ ആരാണെന്ന് ചോദിച്ചാൽ അഡ്മിറൽ വാൻ ഗോയിസ് ആണ്. അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ് പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്തത്. വർഷം 1658. 1658 കൊല്ലം പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചെടുത്തത്. എന്നാണ് കൊച്ചി പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചെടുത്തത് എന്ന് ചോദിച്ചാൽ അത് 1663. ഈ 2 വർഷവും ഓർത്തിരിക്കുക. കൊല്ലം പിടിച്ചടക്കിയത് 1658. കൊച്ചി പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തത് 1663. പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. ബോൾഗാട്ടി പാലസ്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് PSC റിപ്പീറ്റിംഗ് ചോദ്യമാണ്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. വർഷം 1744. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് ഡച്ചുകാർ നിർമ്മിച്ചത്. ഡച്ചുകാരെ പറ്റി പറയുമ്പോൾ തിരുവിതാംകൂറിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം. വർഷം 1741 ഓഗസ്റ്റ് മാസം 10. ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചു വെക്കുക. 1741 ഓഗസ്റ്റ് മാസം 10 കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നത്. അതിൽ ഡച്ചുകാർ പരാജയപ്പെടുകയുണ്ടായി. ഡച്ചുകാർ പരാജയപ്പെടുകയും ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയി അടിയറവ് പറയുകയും ചെയ്തു. ഡിലനോയെ വിളിക്കപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താണ്? വലിയ കപ്പിത്താൻ. PSC റിപ്പീറ്റിംഗ് ചോദ്യമാണ്. വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയി ആണ്. കുളച്ചൽ യുദ്ധത്തിന് ശേഷം ഡിലനോയി തിരുവിതാംകൂറുകാർക്ക് പരിശീലനങ്ങൾ നൽകാൻ തുടങ്ങി. വലിയ കപ്പിത്താൻ എന്ന പേരുമുണ്ട്. തിരുവിതാംകൂറുകാർക്ക് സൈന്യ പരിശീലനം നൽകാനും തുടങ്ങി ക്യാപ്റ്റൻ ഡിലനോയി. ക്യാപ്റ്റൻ ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ട.
കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഡച്ചുകാർ പിടിച്ചടക്കിയ മറ്റൊരു പ്രദേശമായിരുന്നു ഇന്തോനേഷ്യ. ഡച്ചുകാർ പിടിച്ചടക്കിയ മറ്റൊരു പ്രദേശമായിരുന്നു ഇന്തോനേഷ്യ. ഡച്ചുകാരുടെ അധീനതയിലായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഇന്തോനേഷ്യ. ഡച്ച് ആധിപത്യം അവസാനിക്കാൻ ഇടയായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ച് ആധിപത്യം അവസാനിക്കാൻ ഇടയായ ഉടമ്പടി ഏതാണ്? മാവേലിക്കര സന്ധിയാണ്. മാർത്താണ്ഡവർമ്മയുമായിട്ടാണ് മാവേലിക്കര സന്ധി ഒപ്പുവെച്ചത്. വർഷം 1753 ഓഗസ്റ്റ് മാസം 15. 1753 ഓഗസ്റ്റ് മാസം 15 മാവേലിക്കര സന്ധി ഒപ്പുവെച്ചത്. ഈ ഉടമ്പടിയോടുകൂടി ഡച്ചുകാരുടെ അധിനിവേശം ഇന്ത്യയിൽ നിർത്തലായി കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് ഡച്ചുകാരെ പറ്റി പഠിക്കാനുള്ളത്. ഇനി ഡച്ചുകാരുടെ കുറച്ച് സംഭാവനകളുണ്ട്, പോർത്തൂസ്, മലബാറിക്കസ് മുതലായവ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സംഭാവനകളെല്ലാം നമ്മൾ ഒറ്റ ക്ലാസ് ആയിട്ട് എടുക്കും. അപ്പൊ ഇപ്പോ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഡച്ചുകാരാണ് ലന്തക്കാർ എന്നും അറിയപ്പെടുന്നത്. 1595 ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിയത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602. ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ആദ്യം മടങ്ങിപ്പോയ യൂറോപ്യൻ ശക്തിയും ആര് തന്നെയാണ്? ഡച്ചുകാർ തന്നെയാണ്. ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂരി പട്ടണത്തിലാണ് വർഷം 1605. പ്രൊട്ടസ്റ്റന്റ് മതക്കാരായിരുന്നു ഡച്ചുകാർ. പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചടക്കി. അഡ്മിറൽ വാൻഗോയ്സ് ആണ് അതിന് നേതൃത്വം നൽകിയത്. വർഷം 1658. കൊച്ചി പിടിച്ചടക്കിയ വർഷം 1663. പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു ഡച്ചുകാർ. ബോൾഗാട്ടി പാലസ് കൊച്ചിയിൽ നിർമ്മിച്ചു. വർഷം 1744. കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് നടന്നത്. വർഷം 1741 ഓഗസ്റ്റ് മാസം 10. ഡിലനോയി കുളച്ചൽ യുദ്ധത്തിലെ ആരായിരുന്നു? സൈന്യാധിപനായിരുന്നു. ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിൽനോയ്. ഡിൽനോയ് കീഴടങ്ങി മാർത്താണ്ഡവർമ്മയ്ക്ക്. ഡിൽനോയി ആണ് വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നത്. ഡിൽനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഇന്തോനേഷ്യ ഡച്ച് ആധിപത്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പ്രദേശം ഇന്തോനേഷ്യയാണ്. ഡച്ച് ആധിപത്യം ഇന്ത്യയിൽ അവസാനിക്കാൻ ഇടയായ സന്ധിയാണ് മാവേലിക്കര സന്ധി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് സന്ധി നടന്നത്. വർഷം 1753 ഓഗസ്റ്റ് മാസം 15. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നിങ്ങൾ ഇതുവരെയും അൺഅക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ? അപ്പോ ഇതാ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം. അൺഅക്കാഡമിയിലെ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കോഴ്സുകളാണ് നമ്മുടെ മൻസൂർ അലി സാർ അടക്കമുള്ള എഡ്യൂക്കേറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി കോഴ്സസ് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അൺഅക്കാഡമിയിൽ ഇനി വരുന്ന 12th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് 24th ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ് ദിശ ബാച്ച് 4. ഇതിൽ 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. 45 ഡേയ്സ് കോഴ്സാണ് 12th ലെവൽ എക്സാം. 12th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന കോഴ്സാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അൺഅക്കാഡമിയുടെ പ്ലസ് കോഴ്സസും ഫ്രീ കോഴ്സസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്ലസ് കോഴ്സസിലാണെങ്കിൽ പ്രോപ്പർ കംപ്ലീറ്റ് സിലബസ് അവരെ കവർ ചെയ്യുന്നതാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റ് അവൈലബിൾ ആണ്. PDF നോട്ട്സും അതുപോലെ മറ്റു നോട്ടുകളും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. ഇതെല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നു ഫ്രഞ്ചുകാർ. ഇപ്പൊ ഇന്ത്യയില് അവസാനം എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ വർഷം എന്നാണ് 1664. ആരാണ് തുടങ്ങിയത്? കോൾബർട്ട് ആണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ആരായിരുന്നു? ലൂയി 14 ലൂയി 14. ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറൽ ആയിരുന്നു ഫ്രാങ്കോയിസ് മാർട്ടിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ്. കൂടാതെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറൽ കൂടിയാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരിയിലായിരുന്നു ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം. 1668
ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഇന്ത്യയിൽ ഫ്രഞ്ചുകാർ തുടങ്ങുന്നത് അത് സൂററ്റിലായിരുന്നു. സൂററ്റിൽ 1668 ഫ്രഞ്ചുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം തുടങ്ങിയത്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? മാഹി, കേരളം, യാനം, കാരക്കൽ, ചന്ദ്രാനഗർ, പോണ്ടിച്ചേരി. മാഹി എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ്. കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെതല്ലാത്ത പ്രദേശം ഏതാണ്? മാഹി. മാഹി ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട സ്ഥാപിച്ച വർഷം 1724. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട സ്ഥാപിച്ച വർഷം 1724. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം കർണാട്ടിക് യുദ്ധം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. അത് പിന്നെ പറയുന്നുണ്ട്. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിച്ച വർഷം വളരെയധികം ഇമ്പോർട്ടന്റ് 1954. 1954 ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിച്ചത്. അപ്പോൾ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി 1664 കോൾബർട്ട് ആണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ലൂയി 14 കാലത്ത്. ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. ഫ്രാങ്കോയിസ് മാർട്ടിനാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പോണ്ടിച്ചേരി ആയിരുന്നു ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം. 1667 സൂററ്റിൽ വ്യാപാര കേന്ദ്രം തുടങ്ങി. മാഹി, കേരളം, യാനം, കാരക്കൽ, ചന്ദ്രാനഗർ, പോണ്ടിച്ചേരി എന്നിവയാണ് പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ. മാഹിയുടെ പ്രത്യേകത കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെതല്ലാത്ത പ്രദേശമാണ് മാഹി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട സ്ഥാപിച്ച വർഷം 1724. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. 1954 ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത് പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിനെ പറ്റിയാണ്. PSC റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യമാണ് വാണ്ടിവാഷ് യുദ്ധം. PSC ചോദിക്കാറുള്ളത് വാണ്ടിവാഷ് യുദ്ധം നടന്നത് എവിടെയാണ്? തമിഴ്നാട്. അപ്പോൾ ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ ഇടയായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. നടന്ന സ്ഥലം എവിടെയാണ്? തമിഴ്നാട്. നടന്ന വർഷം കൂടി പഠിക്കുക, 1760. 1760 തമിഴ്നാടാണ് വാണ്ടിവാഷ് യുദ്ധം നടന്നത്. വാണ്ടിവാഷ് യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ട് ആണ്. സർ ഐർക്യൂട്ട് ആണ് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത്. ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലി ആണ്. കൗണ്ട് ഡി ലാലി. അപ്പൊ വാണ്ടിവാഷ് യുദ്ധത്തില് പറയേണ്ട പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട പോയിന്റ്സ്, ഒന്നാമത്തെ പോയിന്റ് തമിഴ്നാടാണ് നടന്നത്. പിന്നെ വർഷം 1760 ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാനിടയായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ്. ഓക്കെ, അടുത്തത് അപ്പോൾ അവിടെ കഴിഞ്ഞു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ചുകാരുടെ അധിനിവേശവും എല്ലാം അവിടെ കഴിഞ്ഞു. വർഷം 1954 ആയപ്പോഴത്തേക്കും ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിച്ചു. അടുത്ത പറയാനുള്ള ഒരു പോയിന്റ് ആണ് ഡെൻമാർക്ക്. ഡെൻമാർക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ കൂടി ഡെൻമാർക്ക് പഠിച്ചു വെക്കുക, റെയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം 1616. 1616 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത്. ക്രിസ്ത്യൻ 4ാമന്റെ നേതൃത്വത്തിലാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത്. ക്രിസ്ത്യൻ 4ാമന്റെ നേതൃത്വത്തിൽ. ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി ഡെൻമാർക്ക് സ്ഥാപിച്ച വർഷം 1620. ഡെൻമാർക്കിന്റെ കമ്പനികളെല്ലാം ബ്രിട്ടീഷുകാർക്ക് വിറ്റ വർഷം 1848. ഡെൻമാർക്കിന്റെ കമ്പനികളെല്ലാം ബ്രിട്ടീഷുകാർക്ക് എന്നാണ് വിറ്റത്? 1848. ഡെൻമാർക്കിന്റെ വ്യാപാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ 2 പ്രദേശമേ ഉള്ളൂ. ഒന്ന് ട്രാൻക്യൂബാർ. ട്രാൻക്യൂബാർ തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് തരംഗമ്പാടി എന്നാണ്. തരംഗമ്പാടി. രണ്ടാമത് ബംഗാളിലെ സെഹ്റാംപൂരിലാണ്. ബംഗാളിലെ സെഹ്റാംപൂർ. അപ്പൊ ഇത്രയാണ് ഡെൻമാർക്കിനെ പറ്റി പറയാനുള്ള പോയിന്റ്. ഇനി നമുക്ക് ബ്രിട്ടീഷുകാരെ പറ്റി നോക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാരെ പറ്റിയാണ്. ബ്രിട്ടീഷുകാരെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യത്തെ പോയിന്റ്, അക്ബറുടെ സദസ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് വിച്ച്. അപ്പോൾ അക്ബറുടെ സദസ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫ് വിച്ച്. എന്തിനാണ് അക്ബറിന്റെ കാര്യം ഇവിടെ പറഞ്ഞത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച സമയത്ത് ഇന്ത്യയിലെ ചക്രവർത്തിയായിരുന്നു അക്ബർ. അതുകൊണ്ടാണ് അക്ബറിന്റെ കാര്യം ഇവിടെ പറഞ്ഞത്. അപ്പോൾ അക്ബറിന്റെ സദസ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായിരുന്നു മാസ്റ്റർ റാൽഫ് വിച്ച്. വർഷം 1583.
മാസ്റ്റർ റാൽഫിച്ചിനെയാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിളിക്കുന്നത്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാസ്റ്റർ റാൽഫിച്ചിനെയാണ്. റോയൽ ചാർട്ടർ. എന്താണ് റോയൽ ചാർട്ടർ? കിഴക്കൻ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കച്ചവടം നടത്താനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ചാർട്ടറാണ് റോയൽ ചാർട്ടർ. റോയൽ ചാർട്ടർ പുറപ്പെടുവിച്ചത് എലിസബത്ത് രാജ്ഞി ഫസ്റ്റ് ആണ്. എലിസബത്ത് രാജ്ഞി ഫസ്റ്റ് ആണ് റോയൽ ചാർട്ടർ പുറപ്പെടുവിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് രൂപീകരിച്ചത്? 1600 അറിയാം. ഡേറ്റ് കൂടെ പഠിച്ചു വെക്കുക. ഡിസംബർ മാസം 31. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് കാരണക്കാരായ കച്ചവട സംഘമാണ് മെർച്ചന്റ് അഡ്വഞ്ചറീസ്. മെർച്ചന്റ് അഡ്വഞ്ചറീസ് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് കാരണക്കാരായ കച്ചവട സംഘങ്ങളാണ് മെർച്ചന്റ് അഡ്വഞ്ചറീസ്. റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട്. വർഷം 1773. നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. സൂററ്റിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത്. എവിടെയാണ്? സൂററ്റ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിന് മുൻപ് ഇന്ത്യയിൽ കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാരനാണ് ജോൺ മിൽഡൻ ഫോൾ. ജോൺ മിൽഡൻ ഫോൾ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ട പേരാണ് ജോൺ കമ്പനി. ജോൺ കമ്പനി എന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത്. ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ, ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലാണ് ഹെക്ടർ. ഓക്കെ. അപ്പോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ചക്രവർത്തി ആരായിരുന്നു? അക്ബർ ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുമതി നൽകിയത് പക്ഷേ ജഹാംഗീർ ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിൽ അനുമതി നൽകിയത് ആരാണ്? ജഹാംഗീർ ആണ്. ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച 2 ഇംഗ്ലീഷുകാരാണ് വില്യം ഹോക്കിൻസും തോമസ് റോയും. വില്യം ഹോക്കിൻസും തോമസ് റോയും. വില്യം ഹോക്കിൻസ് എന്നാണ് ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ചത്? 1608 തോമസ് റോ 1615 ജെയിംസ് ഒന്നാമൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടത്തിന്റെ കാലാവധി നീട്ടിയ ആളാണ്. ആരാണ്? ജെയിംസ് ഒന്നാമൻ. 1644, ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. 1644 സെന്റ് ജോർജ് കോട്ട ഫ്രാൻസിസ് ഡേ മദ്രാസിൽ സ്ഥാപിച്ചു. അപ്പോൾ ഫ്രാൻസിസ് ഡേ ആണ് മദ്രാസിൽ 1644 സെന്റ് ജോർജ് കോട്ട നിർമ്മിച്ചത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് പോവാം. അൺഅക്കാഡമിയിലെ മോർ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു തരാം. അൺഅക്കാഡമിയിലെ ഇനി വരുന്ന മാർച്ച് 1 മുതൽ ഈ 10% ഡിസ്കൗണ്ട് എന്നുള്ളത് 5% ചുരുങ്ങാൻ പോവുകയാണ്. അപ്പോൾ അൺഅക്കാഡമിയിലെ 10% ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡ് യൂസ് ചെയ്യുക. മാർച്ച് 1 ആകുമ്പം കോഴ്സിന്റെ എല്ലാം ചാർജ് കൂടാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മൻസൂർ അലി സാറിൻ്റെയൊക്കെ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യുക. ഓക്കെ. കൂടാതെ ഇന്ത്യസ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് അൺഅക്കാഡമിക് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. എഡ്യൂക്കേറ്റേഴ്സ് ആരാണെന്ന് കൂടി ഞാൻ പരിചയപ്പെടുത്താം. മൻസൂർ അലി കാപ്പുങ്കൽ, ആസിഫ് തുളുവത്ത്, ജാഫർ സാദിഖ്, മുഹമ്മദ് റോഷൻ, ഇസ്മായിൽ കാലടി, സിജി ബിജു, ദീപിക MK, രാജേഷ് SR, ഹാജ മുഹമ്മദ്, വിപിൻ രാജ്, ബോബി രാജ് SS, ഷാഫി തോംസൺ, രാഹുൽ ചന്ദ്രൻ, രശ്മി നായർ, റീജ, ആര്യ, സതീഷ്, വിദ്യ കെ ആൻഡ് മെനി മോർ. ഇത്രയും എഡ്യൂക്കേറ്റേഴ്സ് ആണ് അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് നിന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തന്നെ അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്തു വിജയം ഉറപ്പാക്കൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ. അടുത്ത 2-3 പോയിന്റ്സ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് സൂററ്റിൽ നിന്നും തലസ്ഥാനം ബോംബെയിലേക്ക് മാറ്റിയത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയ വർഷം 1687. ബ്രിട്ടീഷുകാർ പണ്ടകശാല തുടങ്ങിയത് എവിടെയാണ്? വിഴിഞ്ഞത്താണ് ബ്രിട്ടീഷുകാർ പണ്ടകശാല തുടങ്ങിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പണിത ആദ്യത്തെ കോട്ട ഏതാണ്? സെന്റ് ജോർജ് കോട്ടയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മദ്രാസിൽ 1644 ഫ്രാൻസിസ് ഡേ ഇന്ത്യയിൽ പണിതതാണ് സെന്റ് ജോർജ് കോട്ട. കേരളത്തിൽ പണിത കോട്ട ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ടയാണ്. വർഷം പഠിച്ചു വെക്കുക. 1695 ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട പണിയുന്നത്. അഞ്ചുതെങ്ങിലാണ്. വർഷം 1695. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? PSC റിപ്പീറ്റിംഗ് ചോദ്യം. ആറ്റിങ്ങൽ കലാപം വർഷം 1721.
അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം, വർഷം 1721. അപ്പൊ ഇത്രയാണ് ബ്രിട്ടീഷുകാരെ പറ്റി പഠിക്കാനുള്ള പോയിന്റ്സ്. അപ്പൊ 4 യൂറോപ്യൻസും പിന്നെ നമ്മൾ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അപ്പൊ ഡെൻമാർക്കുകാരെയും കൂടെ പഠിച്ചു. ഇനി നമ്മൾ ഇവരെ വിളിച്ചിരുന്ന കുറച്ച് പേരുകളുണ്ട്, വിശേഷണങ്ങൾ. PSC റിപ്പീറ്റിംഗ് ആണ്. പറങ്കികൾ എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ് പറങ്കികൾ എന്ന് വിളിച്ചിരുന്നത്. ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത് ഡച്ചുകാരെയാണ്. പരന്ത്രീസുകാർ എന്ന് വിളിച്ചിരുന്നത് ഫ്രഞ്ചുകാരെയാണ്. വെള്ളക്കാർ എന്ന് വിളിച്ചിരുന്നത് ബ്രിട്ടീഷുകാരെയുമാണ്. അപ്പോൾ പറങ്കികൾ പോർച്ചുഗീസ്, ലന്തക്കാർ ഡച്ച്, പരന്ത്രീസ് ഫ്രഞ്ച്, വെള്ളക്കാർ ബ്രിട്ടീഷ്. അപ്പൊ ഇത്രയാണ് യൂറോപ്യന്മാരുടെ ആഗമനം അഥവാ വരവ് എന്ന ടോപ്പിക്കിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക് നമ്മൾ പഠിക്കാനും പോകുന്നത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്